ഇപ്പോൾ മന്ത്രി വീണ ജോർജ് കോന്നി വാഹനാപകടത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് സനോജ പള്ളിയിൽ നിന്ന് ചേരുന്നുണ്ട്. സനോജ, ഒരു നാടിന് തന്നെ വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവമായിരുന്നു ഈ ഒരു വാഹനാപകടം. ഒരു നാടൊന്നാകെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി വീണ ജോർജും ഇപ്പോൾ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പള്ളിയിലെത്തിയിരിക്കുന്നു. റാന്നി മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് ഏകദേശം 12:30 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഒരുമിച്ച് നടക്കുക. 4 പേരുടെയും ഒരുമിച്ച് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. രാവിലെ 8 മണി മുതൽ ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ പള്ളി അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. കുടുംബങ്ങൾ ഒന്നായി എടുത്ത കൂട്ടായ തീരുമാനത്തിലൂടെയാണ് ഇത്തരത്തിൽ പൊതുദർശനവും സംസ്കാരവും ഒരുമിച്ച് ക്രമീകരിച്ചത്. ഒരു കുടുംബത്തിലെ 4 പേരെയാണ് കഴിഞ്ഞ ദിവസം കോന്നിയിലുണ്ടായ വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടത്. മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ, ഭാര്യ അനു ബിജു, അനുവിൻ്റെ രക്ഷിതാവ് കൂടിയായ ബിജു ജോർജ് എന്നിവരാണ് ആ വാഹനാപകടത്തിൽ മരിച്ചത്. ഈ മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് ഉച്ചയോടുകൂടി നടക്കും. മന്ത്രി വീണ ജോർജ് അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.